ഹായ് ഫ്രണ്ട്സ്, ടെക്ജിയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഡിവൈസ് MI ഹോം സെക്യൂരിറ്റി ക്യാമറ 360 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒരു നല്ല അടിപൊളി ഓറഞ്ച് കളറിലാണ് നമ്മുടെ ഈ ബോക്സ് വരുന്നത്. ആ ബോക്സിനുള്ളിൽ വൈറ്റ് കളറിലാണ് നമ്മുടെ ഡിവൈസ് ഉള്ളത്. ഇനി നമുക്ക് ആ ഡിവൈസ് പുറത്തെടുത്ത് നോക്കാം. തുറന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ വൈറ്റ് ബോക്സ് കാണാം. ആ വൈറ്റ് ബോക്സിനകത്താണ് ഇതിന്റെ ആക്സസറീസ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഈ ബോക്സിന്റെ അടിയിലായിട്ടാണ് ഡിവൈസ് വെച്ചിരിക്കുന്നത്. അതിന് നമുക്ക് പുറത്തെടുക്കാം. ഒരു വൈറ്റ് കളറിൽ ഒരു അല്പം വെയിറ്റ് ഉള്ള ഒരു ചെറിയ ക്യാമറയാണ് ഇത്. ഇനി നമുക്ക് നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ച ഈ വൈറ്റ് ബോക്സിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ പവർ അഡാപ്റ്റർ വരുന്നത്. 5 വോൾട്ട് 2 ആംപിയർ ആണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇതൊരു പവർ കേബിൾ ആണ്. ഏകദേശം 2 മീറ്റർ നീളം വരുന്ന ഒരു മൈക്രോ USB പവർ കേബിൾ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി ഒരു വാൾ മൗണ്ട് ആണ് ഉള്ളത്. ഇത് ക്യാമറ ഭിത്തിയിൽ ഫിറ്റ് ചെയ്യുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു യൂസർ മാനുവലും കൂടിയാണ് ഈ ബോക്സിനകത്ത് ഉള്ളത്. ഇതാണ് ക്യാമറയുടെ ലെൻസ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഒരു ഇൻബിൽറ്റ് മൈക്രോഫോണും അതിൻ്റെ കുറച്ചും കൂടി താഴെയായിട്ടൊരു SD കാർഡ് സ്ലോട്ടും പിന്നെ ക്യാമറയുടെ ലെൻസിൻ്റെ മുകൾ ഭാഗത്തായി ഒരു LED സ്റ്റാറ്റസ് ഇൻഡിക്കേറ്ററുമാണ് ഉള്ളത്. പിന്നെ ഈ ബോഡിയുടെ താഴെ MIയുടെ എംബ്ലവും ഉണ്ട്. ഈ ക്യാമറയുടെ പുറകുവശത്ത് ഒരു ഇൻബിൽറ്റ് സ്പീക്കറും അതിൻ്റെ താഴെ വശത്ത് ഒരു റീസെറ്റ് ബട്ടണും അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു മൈക്രോ USB പോർട്ടുമാണ് ഇതിനകത്തുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ക്യാമറയുടെ ഫിസിക്കൽ ഓവർവ്യൂ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഈ ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് ഓടിച്ചു നോക്കാം. 11.8 സെന്റിമീറ്റർ ഹൈറ്റും 7.8 സെന്റിമീറ്റർ ഡയമീറ്ററുമാണ് ഈ ഡിവൈസിനുള്ളത്. 1080p ഫുൾ HD റെസൊല്യൂഷനുള്ള ഒരു സെൻസറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല 360 ഡിഗ്രി വിഷനും ഈ ഡിവൈസിന് നമുക്ക് തരാൻ സാധിക്കും. ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ ഫീച്ചറും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ AI പവേർഡ് മോഷൻ ഡിറ്റക്ഷൻ അലേർട്ടും ഇതിനകത്തുണ്ട്. ഇൻബിൽറ്റ് സ്പീക്കറും മൈക്രോഫോണും ഉള്ളത് കൊണ്ട് തന്നെ ടോക്ക് ബാക്ക് ഫീച്ചറും ഇതിനകത്ത് അവൈലബിൾ ആണ്. മാത്രമല്ല ഈ ഡിവൈസ് ഗൂഗിൾ അസിസ്റ്റന്റുമായിട്ടും അലക്സയായിട്ടും കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. 64 GB വരെ മെമ്മറി കാർഡ് സപ്പോർട്ടും ഈ ഡിവൈസിന് ഉണ്ട്. ഇനി നമുക്ക് ഈ ഡിവൈസിൽ പവർ സപ്ലൈ കൊടുക്കാം. അത് ഞാൻ കേബിളൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് കറണ്ട് കുത്തി സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം മതി. ഇതൊരു ചെറിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. മാത്രമല്ല ഇത് പവർ ബാങ്കിൽ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡിവൈസ് ഓൺ ആകുമ്പോൾ ഒരു ഓറഞ്ച് LED ഇൻഡിക്കേറ്റർ കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അത് കഴിഞ്ഞ് ഈ ക്യാമറ ഒരു 180 ഡിഗ്രി ആംഗിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ആ ഡിവൈസിൽ നിന്ന് ഒരു വോക്കൽ നോട്ടിഫിക്കേഷനും കൂടി കേൾക്കാം. Scan QR codes pair the device. Waiting for connection. ഈ ബ്ലിങ്ക് ചെയ്യുന്ന ഓറഞ്ച് ലൈറ്റ് വെയിറ്റിംഗ് ഫോർ കണക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ MIയുടെ ലോഗോയും ഈ ക്യാമറയുടെ ലെൻസും
ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വന്നാൽ കാലിബ്രേഷൻ കറക്റ്റ് ആവുള്ളൂ. ആ കാലിബ്രേഷൻ കറക്റ്റ് ആക്കുന്നത് ആപ്പ് ഉപയോഗിച്ചാണ്. അത് നമുക്ക് പിന്നീട് പറയാം. ഇനി നമുക്ക് ഈ ക്യാമറ ഒരു വൈഫൈ നെറ്റ്വർക്കുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി MI ഹോം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഒരു വൈഫൈ നെറ്റ്വർക്കുമായി ഈ ഫോൺ കണക്ട് ചെയ്യുക. ഒരു വൈഫൈ നെറ്റ്വർക്ക് ഈ ക്യാമറ വർക്ക് ചെയ്യുന്നതിന് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഈ ആപ്പ് ഒന്ന് തുറന്നു നോക്കാം. ഒരു MI അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡിവൈസ് വൈഫൈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ MI അക്കൗണ്ട് ഇല്ലാത്തവർ MI അക്കൗണ്ട് നിർബന്ധമായും ഉണ്ടാക്കേണ്ടതാണ്. ഞാൻ എൻ്റെ MI അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ഡിവൈസ് കൊടുക്കാം. അപ്പോൾ കുറേ ഡിവൈസുകളുടെ ഒരു ലിസ്റ്റ് വരും. അതിൽ നിന്ന് നമ്മുടെ ഡിവൈസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ തുറന്നു വരും. അപ്പോൾ നമ്മൾ നേരത്തെ ഡിവൈസ് ഓൺ ചെയ്തപ്പോൾ കേട്ട ആ വോയിസ് കേട്ട് കഴിഞ്ഞ് താഴെയുള്ള റൗണ്ട് ടിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വൈഫൈ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത വൈഫൈ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഒരു QR കോഡ് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഈ QR കോഡ് നമ്മുടെ ഡിവൈസിന് മുമ്പിൽ കാണിക്കുക. അപ്പോൾ ഈ ക്യാമറ ഈ QR കോഡ് റീഡ് ചെയ്ത് നമ്മുടെ ഡിവൈസ് നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും. ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ സ്കാൻഡ് സക്സസ്ഫുള്ളി എന്ന് ഒരു വോയിസ് ഡിവൈസിൽ നിന്ന് കേൾക്കാം. ഇത് കേട്ടതിന് ശേഷം താഴെ ആ റൗണ്ട് ടിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് അടിക്കുക. ഇങ്ങനെ ഡിവൈസ് കണക്റ്റ് ആയതിനു ശേഷം ഒരു വിൻഡോ തുറന്നു വരും. ആ വിൻഡോയിൽ നമ്മൾ ഏത് ടൈപ്പ് റൂമിലാണ് ഈ ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. അടുത്ത വിൻഡോയിൽ ഡിവൈസിന്റെ നെയിം ആണ് കൊടുക്കേണ്ടത്. അത് തൽക്കാലം ഞാൻ ടെക്ജെ എന്നടിച്ച് നെക്സ്റ്റ് അടിക്കുന്നു. അടുത്ത വിൻഡോയിൽ ഈ ഡിവൈസ് മറ്റേതെങ്കിലും MI അക്കൗണ്ടുമായിട്ട് ഷെയർ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അതിനാൽ നമുക്ക് വേറെ ഏതെങ്കിലും അക്കൗണ്ടുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഷെയർ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ ഡിവൈസ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ നടുക്കുള്ള 4 ആരോസ് ആണ് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അടുത്ത് നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹോം സർവിലൻസ് അസിസ്റ്റൻ്റ് ആണ്. അതായത് അൺയൂഷ്വൽ ആയിട്ടുള്ള മോഷൻസോ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിനൊക്കെ ഡിറ്റക്ട് ചെയ്താൽ ഇതിനകത്ത് നമുക്ക് കാണിക്കും. അത് നമുക്ക് ആദ്യം ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി ഓൺ ചെയ്തിടണം. അങ്ങനെ ഈ ഫംഗ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഹോം സർവിലൻസ് പീരീഡ് ഒക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റീൻ്റെ ലെവലും നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലോട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന ഫംഗ്ഷൻ ഓൺ ചെയ്യുന്ന ഓപ്ഷനും ഇതിനകത്ത് തന്നെയാണ്. അതുപോലെ നമുക്ക് ഈ സ്ക്രീനിലെ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഐക്കൺ അതിനകത്ത് കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ റെക്കോർഡിങ് സാധിക്കും. അങ്ങനെ റെക്കോർഡ് ചെയ്ത വീഡിയോസ് കാണാൻ ആൽബം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെയുണ്ട്. അതുപോലെ തന്നെ പ്ലേ ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് കാണാം. ഈ പ്ലേ ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെമ്മറി കാർഡിൽ സ്റ്റോർ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും നമുക്ക് അതിനകത്താണ് കാണാൻ സാധിക്കുക. അതുപോലെ മുകളിലുള്ള 3 ഡോട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയുടെ സെറ്റിങ്സും കാര്യങ്ങളിലോട്ടൊക്കെ പോകാൻ സാധിക്കും.
ഇതിൽ ക്യാമറ സെറ്റിംഗ്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം. അതിനകത്താണ് നൈറ്റ് വിഷൻ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നത്. മാത്രമല്ല ഇമേജ് സെറ്റിംഗ്സ് ഒക്കെ ഇതിനകത്ത് തന്നെയാണ്. ഇനി നമുക്ക് താഴെയുള്ള മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിൽ സ്ലീപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് നോക്കാം. സ്ലീപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കി കഴിയുമ്പോൾ നമ്മുടെ ക്യാമറ ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓഫായ ക്യാമറ ഓൺ ആക്കാൻ വേണ്ടി മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ വെയ്ക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് അതിന്റെ തൊട്ടിപ്പുറത്തുള്ള കാലിബ്രേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ക്യാമറയിൽ എന്തെങ്കിലും എറർ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് റൊട്ടേഷനിൽ എന്തൊക്കെ എറർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കാലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഒരു 180 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് കാലിബ്രേഷൻ കറക്റ്റ് ആക്കുന്നത്. ക്യാമറ വൈഫൈയുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളതിനെയാണ് ആ ബ്ലൂ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അവസാനമായിട്ട് നമുക്ക് ഇതിനകത്ത് കോൾ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻബിൽറ്റ് മൈക്രോഫോണും സ്പീക്കറും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാമറയിലോട്ട് കോൾ ചെയ്യാൻ സാധിക്കും. സ്ട്രേഞ്ചേഴ്സും എല്ലാം നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരോട് സംസാരിക്കാൻ ഇതുവഴി സാധിക്കും. ഇതാണ് കോൾ ഫംഗ്ഷന്റെ യൂസ് വരുന്നത്. ഇനി ആപ്പ് ഓപ്പൺ ചെയ്യുമ്പം അതിൻ്റെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വോയിസ് സർവീസ് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനകത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റും അലക്സയും എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അലക്സയൊക്കെ ഈ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് ഈ ക്യാമറയുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസും കാര്യങ്ങളും വരുന്നത്. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ വിലയും കൂടെ പറഞ്ഞതിന് ശേഷം കൺക്ലൂഷൻ പാർട്ടിലേക്ക് പോകാം. 2899 രൂപയാണ് MRP എങ്കിലും 2699 രൂപയ്ക്ക് MI സ്റ്റോറിലും ഫ്ലിപ്കാർട്ടിലും ഇത് അവൈലബിൾ ആണ്. കൺക്ലൂഷൻ പാർട്ടിൽ ഇതിനെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലാദ്യം നമുക്ക് പ്രോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ക്യാമറയിൽ 1080p ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് ആണ് ഉള്ളത്. അതിൽ നല്ല ക്വാളിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ഒരു നല്ല ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ ക്യാമറയാണ് ഇതിനകത്തുള്ളത്. മാത്രമല്ല മോഷൻ ഡിറ്റക്ഷൻ ഫീച്ചറും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫുൾ കളർ ഇൻ ലോ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് ലൈറ്റ് കുറവുള്ള റൂമിൽ നല്ല കളറുള്ള വീഡിയോ നമുക്ക് ഇതിനകത്ത് കിട്ടും. അതുപോലെ ഇൻവെർട്ടർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും ഇത് പറ്റും. അതായത് റൂഫിലൊക്കെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് പ്രോസ് എനിക്ക് പറയാനുള്ളത്. അടുത്ത് നമുക്ക് ഇതിൻ്റെ പോരായ്മകൾ നോക്കാം. അതിലാദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് മോഷൻ ഡിറ്റക്ഷൻ അലേർട്ടിനെ പറ്റിയാണ്. ഒരു കറക്റ്റായിട്ടുള്ള അലേർട്ട് ഒരിക്കലും നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പോരായ്മ. ചിലപ്പം അലേർട്ട് ലേറ്റ് ആയിട്ട് വരും, ചിലപ്പോൾ അലേർട്ട് വരത്തില്ല. ഈ പ്രോഡക്റ്റിൻ്റെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് അവർ ആദ്യം മോഷൻ ഡിറ്റക്ഷൻ അലേർട്ടിനെ പറഞ്ഞത്. പക്ഷെങ്കിൽ അതൊരു പ്രോപ്പറായിട്ടുള്ള അലേർട്ട് അല്ല നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ടോക്ക് ബാക്ക് ഫീച്ചർ ഇതിനകത്ത് ഇവർ പറഞ്ഞു, പക്ഷേ അതിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റി വളരെ ലോ ആണ്. അതായത് നമ്മൾ പറയുന്നതൊന്നും കറക്റ്റ് കേൾക്കാതെ വരും. ഇതാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള രണ്ട് പോരായ്മകൾ. അപ്പം ഞാനിതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കൺക്ലൂഷൻ പറയാം. അതായത് ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നവർ, അതായത് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസിൽ ഉപയോഗിക്കാനും മാത്രമായിട്ട്
യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഈ മോഷൻ ഡിറ്റക്ഷൻ അലേർട്ടൊന്നും പ്രോബ്ലം ആയിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് ഈ മൈക്രോഫോണിൻ്റെ യൂസൊന്നും അധികം വരുന്നില്ല. കാരണം വീട്ടിലോ ഓഫീസിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെ കോൾ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് അത് പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയാൻ കാരണം. ഇതൊരു വലിയ CCTV സിസ്റ്റമായിട്ട് നമുക്ക് ഒരിക്കലും പരിഗണിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് 50 തൊട്ട് 75% വരെ മാത്രമേ ഇത് സെക്യൂരിറ്റി നമുക്ക് തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. This is Jishnu from TechJ. Thank you.